ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 സെപ്റ്റംബർ 17 ഇന്ദിര ഏകാദശിയാണ്. ഈ ഏകാദശി എങ്ങനെ അനുഷ്ഠിക്കണമെന്നും വ്രതകഥ എന്താണെന്നും ഇതെടുത്താലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അശ്വിനി മാസം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. കൃഷ്ണപക്ഷത്തിലെ ഇന്ദിര ഏകാദശി 2025 സെപ്റ്റംബർ 17 ബുധനാഴ്ചയാണ്. ഇന്ദിര ഏകാദശി ശ്രാദ്ധ ഏകാദശി എന്നും പിതൃപക്ഷ ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു. മഹാലയ പക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ് ഈ ഏകാദശിക്ക് പിതൃപക്ഷ ഏകാദശി എന്നും ശ്രാദ്ധ ഏകാദശി എന്ന പേരും വന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 17 12:21 AM മുതൽ, അതായത് പുലർച്ചെ AM മുതൽ രാത്രി 11:39 വരെയാണ്. പുലർച്ചെ ഏകാദശി ഉണ്ടായിരിക്കുകയും ദശമി സ്പർശിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ അന്നേ ദിവസം നമ്മൾ ഏകാദശിയായിട്ട് വൈഷ്ണവ കലണ്ടർ പ്രകാരം കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 2025 സെപ്റ്റംബർ 17 ഏകാദശിയായി എടുക്കുന്നത്. അതായത് അന്ന് ദശമി ഇല്ല, പുലർച്ചെ ഏകാദശി ഉണ്ട്. അതുകൊണ്ട് അന്ന് നമ്മൾ ഏകാദശിയായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നു. ഹരിവാസര സമയം നോക്കാം. ഹരിവാസര സമയം എന്നാൽ ഭഗവാന്റെ ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ്. അതായത് ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് നമ്മൾ ഭക്തിയോടെ ഉപവസിക്കുകയും ഭഗവത് കീർത്തനങ്ങൾ ജപിക്കുകയും ഉറക്കമൊഴിയുന്നതും വളരെ ശ്രേയസ്കരമാണ്. ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിവസം, അതായത് 2025 സെപ്റ്റംബർ 17 വൈകുന്നേരം 5 മണി മുതൽ 18 വെളുപ്പിന് 5:36 വരെയാണ്. അപ്പോൾ ഉപവാസം അനുഷ്ഠിച്ച് ഓരോരുത്തർക്കും ആചാരാനുഷ്ഠാനങ്ങളോടെ വ്രതം പിടിക്കുവാൻ കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിവസം, അതായത് 2025 സെപ്റ്റംബർ 17 വൈകുന്നേരം 5 മണി മുതൽ 18 വെളുപ്പിന് 5:36 വരെയാണ്. അപ്പോൾ ഉപവാസം അനുഷ്ഠിച്ച് ഓരോരുത്തർക്കും ആചാരാനുഷ്ഠാനങ്ങളോടെ വ്രതം പിടിക്കുവാൻ കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. ഈ ഇന്ദിര ഏകാദശിയിൽ ചെയ്യുന്ന ശ്രാദ്ധ കർമ്മങ്ങൾ വളരെ ശ്രേഷ്ഠമാകുകയും നമ്മുടെ പൂർവികർ ആരെങ്കിലും തന്നെ മോക്ഷം ലഭിക്കാതെ അലയുകയാണെങ്കിൽ പിതൃമോക്ഷം ലഭിക്കുകയും ചെയ്യും. പിതൃക്കൾക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വളരെ ശ്രേഷ്ഠമാണ് ഈ ദിനം. ഇന്ദിര ഏകാദശി പൂർവികർക്കായി ചടങ്ങുകൾ നടത്തുന്നതിനായി ദശമി ദിവസം തന്നെ വ്രതം ആരംഭിക്കണം. നമ്മൾ ഏകാദശിക്ക് ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ഇതിന് ദശമിക്ക് ഒരിക്കൽ എടുത്ത് ഏകാദശിയുടെ അന്ന് പൂർവികർക്കായി, അതായത് നമ്മുടെ പിതൃക്കൾക്കായി ശ്രാദ്ധം അനുഷ്ഠിക്കാം. ശ്രാദ്ധം ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് ഭക്ഷണം കഴിക്കരുത്, കാരണം ഏകാദശിയാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ധാന്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് സാധാരണ ഏകാദശിക്ക് ചെയ്യുന്നത് പോലെ പാലുൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചവ്വരി ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ചവ്വരി, ചാമ, ആരോറൂട്ട് പൗഡർ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മാവ് ചേർത്ത് ഇരിക്കും. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെങ്കിൽ കൂവപ്പൊടി കഴിക്കാവുന്നതാണ്. വ്രതം നിർജ്ജലമായിട്ടും എടുക്കാം. എടുത്തിട്ട് നമ്മുടെ ആരോഗ്യം നന്നായിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ആരോഗ്യം സ്ഥിതി നല്ലതാണെങ്കിൽ ജലം പോലും ഉപേക്ഷിച്ചിട്ട് വ്രതം പിടിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. എന്നിട്ട് നമ്മൾ ശ്രാദ്ധവും ചെയ്ത് 18 പാറിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയോടെയും സന്താന സൗഭാഗ്യത്തോടെയും ഒരുപാട് നാൾ ഭൂമിയിൽ ജീവിച്ചിട്ട് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം.
ഈ ഏകാദശി ആചാരാനുഷ്ഠാനങ്ങളോടെ വ്രതം എടുത്ത് പിതൃക്കളുടെ മോക്ഷത്തിനായി ശ്രാദ്ധം നടത്തി വീട്ടിൽ വന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്ത് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് പിറ്റേ ദിവസം ദ്വാദശിക്ക് പാരണ വീടിയതിന് ശേഷം ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നതും വളരെ ഉത്തമമാണ്. ഈ വ്രതം പൂർണ്ണ ഉപവാസത്തോടെ ഉറക്കമൊഴിഞ്ഞ് ആചരിച്ചാൽ അശ്വമേധ യജ്ഞം നടത്തിയതുപോലുള്ള ഫലമാണ് ലഭിക്കുന്നത്. വ്രതമെടുക്കുമ്പോൾ ഉപവാസം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനുമായി കൂടുതൽ അടുക്കുക എന്നതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് മിതമായി ഭക്ഷണം കഴിച്ച്, അത് ആരോഗ്യസ്ഥിതി മോശമായവർ മാത്രം, ആരോഗ്യമുള്ളവർക്ക് പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ്. എടുത്ത് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ഹരിനാമ കീർത്തനം, വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭാഗവതം എന്നിവയെല്ലാം പാരായണം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വ്രതകഥ നോക്കാം. വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്കും കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. അതുകൊണ്ട് ഈ 2 ദിവസങ്ങളിലും വ്രതകഥ കേട്ടിട്ട് തന്നെ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിരനാണ് ഇന്ദിര ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും ഈ വ്രതകഥ എന്താണെന്നും ചോദിക്കുന്നത്. അതുപ്രകാരം ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ്. മഹിഷ്മതി ഭരിച്ചിരുന്നത് ഇന്ദ്രസേനൻ എന്ന രാജാവായിരുന്നു. വളരെ സത്യസന്ധനും ഭക്തനും തൻ്റെ പ്രജകളെയും രാജ്യത്തെയും നന്നായി പരിപാലിച്ചു പോന്നിരുന്ന ഒരു ധീരനായ രാജാവായിരുന്നു ഇന്ദ്രസേനൻ. ഒരിക്കൽ നാരദ മഹർഷി ഇന്ദ്രസേനൻ്റെ കൊട്ടാരം സന്ദർശിച്ചു. മഹർഷിയെ കണ്ട് ഇന്ദ്രസേനൻ ഉപചാരപൂർവം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് അന്വേഷിക്കുകയും ചെയ്തു. അല്ലയോ നാരദ മഹർഷി, അങ്ങ് എന്തിനാണ് ഇവിടേക്ക് എഴുന്നള്ളിയത്? മഹാമുനി, അങ്ങ് വെറുതെ ഈ കൊട്ടാരം സന്ദർശിക്കില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഇല്ല, ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം അങ്ങയെ അറിയിക്കുവാനാണ്. എന്താണ് മഹാമുനി, അങ്ങ് പറഞ്ഞാൽ? നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു. ഞാൻ ബ്രഹ്മലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ പിതാവിനെ യമലോകത്ത് വെച്ച് കണ്ടുമുട്ടി. അങ്ങയുടെ പിതാവിൻ്റെ ആത്മാവ് യമലോകത്ത് അലഞ്ഞു നടക്കുകയാണ്. കാരണം അങ്ങയുടെ പിതാവ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിലും ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് അദ്ദേഹം മോക്ഷമില്ലാതെ യമലോകത്തിൽ അലഞ്ഞു നടക്കുന്നത്. ഇത് കേട്ട രാജാവ് ദുഃഖിതനായി. തൻ്റെ പിതാവിൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ ശാന്തി ലഭിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നാരദ മുനിയോട് അദ്ദേഹം ചോദിച്ചു. അതിനായി മഹാലയ പക്ഷത്തിൽ വരുന്ന ഇന്ദിര ഏകാദശി വിധിയാവണ്ണം, അതായത് ആചാര അനുഷ്ഠാനങ്ങളോടെ അനുഷ്ഠിച്ചാൽ പിതാവിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന് നാരദ മഹർഷി രാജാവിനോട് അറിയിച്ചു. ഇത് കേട്ട രാജാവ് ഇന്ദിര ഏകാദശി അനുഷ്ഠിച്ച് ഉപവസിച്ച് അദ്ദേഹം ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് ശ്രാദ്ധം അനുഷ്ഠിച്ച് ആ ഏകാദശിയുടെ വ്രതപുണ്യം അദ്ദേഹത്തിൻ്റെ പിതാവിനായി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ പിതാവിന് വൈകുണ്ഠപ്രാപ്തി ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ഏകാദശി എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ ശ്രാദ്ധം ഇടുന്നത് വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യേണ്ടതാണ്. കുലവാലായ്മ ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് റിലേഷൻ ആണെങ്കിൽ ഒരിക്കലും ശ്രാദ്ധം അനുഷ്ഠിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. എന്നാൽ പുലവാലായ്മ, പീരീഡ്സ് എന്നിവയുണ്ടെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്. എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് വെച്ചാൽ, ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ നമ്മൾ പോകില്ലല്ലോ. വ്രതമെടുത്ത് ശുദ്ധമായ സ്ഥലത്തിരുന്ന് ഹരിനാമ കീർത്തനങ്ങളെല്ലാം തന്നെ പാരായണം ചെയ്യാവുന്നതാണ്. പാരണ സമയം 18-ാം തീയതി രാവിലെ 6:12 AM മുതൽ 10:15 AM വരെ. പാരണ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തന്നെ പാരണ വീടാവുന്നതാണ്. തുളസി തീർത്ഥം സേവിച്ച്. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക്
തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. പാരണ വീടുന്ന സമയത്ത് ഈ ഏകാദശിയുടെ പുണ്യം എൻ്റെ പിതൃക്കൾക്കായി സമർപ്പിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് ശ്രാദ്ധം അനുഷ്ഠിച്ചവരാണെങ്കിലും അല്ലെങ്കിലും നമുക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും നമുക്കങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും കഴിയുന്ന രീതിയിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.